എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിന്റെ പവലിയനിലെ കടമുറികളുടെ വാടക കുടിശ്ശിക 1 കോടി കടന്നതായി വിവരാവകാശ രേഖ. പിരിഞ്ഞു കിട്ടിയ തുകയെക്കുറിച്ചും വ്യക്തതയില്ലാതെ കോളേജ് അധികൃതർ. കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറെ അറിയിച്ചതായും വിശദീകരണം. 2022 കണക്കനുസരിച്ച് മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിന്റെ പവലിയനിലെ ആകെയുള്ള 14 കടമുറികളിൽ 13 എണ്ണവും വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഈ കടമുറികളിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ളത് 1.25 കോടിയിലേറെ രൂപയായിരുന്നു. ഇതിൽ എത്ര രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കോളേജ് അധികൃതരുടെ പക്കൽ കൃത്യമായ കണക്കുകളില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഈ വർഷവും 13 കടമുറികൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. 8,000 മുതൽ 15 ലക്ഷത്തിനടുത്ത് വരെയാണ് ഓരോ കടമുറികളുടെയും വാടക കുടിശ്ശിക. കോളേജ് വികസന പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക ജീവനക്കാരുടെ വേതനത്തിനുമായാണ് ഈ കടമുറികളുടെ വാടക ഉപയോഗിക്കുക. കടമുറികൾ കുടിശ്ശി വരുത്തിയിരിക്കുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് മഹാരാജാസ് കോളേജ് അധികാരികൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷത്തെ യുവജനോത്സവത്തിൽ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നത് പലരോടും പിരിവെടുത്തും മറ്റൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെയും വികസനത്തിനും കുട്ടികളുടെ അവരുടെ ക്ഷേമത്തിനൊക്കെ ഉപയോഗിക്കേണ്ട പണമാണ് ഇപ്പോഴും കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ കടമുറികൾ അവരുടെ ഉടമസ്ഥരെ നൽകാതിരിക്കുന്നത്. അപ്പോൾ അത് പിരിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്നാണ് നമുക്ക് ഈ രേഖ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പ്രിൻസിപ്പലിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് കടമുറികളുടെ വാടക അടയ്ക്കേണ്ടത്. എന്നാൽ ഈ ഇനത്തിൽ എത്ര രൂപ ലഭിച്ചെന്നതിന് കൃത്യമായ കണക്കുകളില്ല. ഹൈക്കോടതി വിധിപ്രകാരം വാടക കുടിശ്ശിക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടറെ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് കോളേജ് അധികാരികളുടെ വിശദീകരണം. ജനം, കൊച്ചി.